ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഇറ്റ്സ് നോട്ട് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എൻ്റെ ശത്രുക്കൾക്ക് പോലും ഇത് വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മൾ 2 ആഴ്ച മുമ്പ് ഒരു ചെറിയ ഭാഗം തുടങ്ങി, അതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടെ പറഞ്ഞ് തീർത്തേക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യം. ഫിലിപ്പീൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 1-9. അല്ല, അതിലെ ആദ്യത്തെ 2 ഭാഗം നമ്മൾ കേട്ടു. ഉറച്ചു നിൽപ്പീൻ എന്നുള്ളതായിരുന്നു 1. 2 നിരന്നുകൊള്ളുവീൻ. സ്റ്റാൻഡ് ഫേം അതായിരുന്നു 1. 2 സെറ്റിൽ യുവർ ഡിഫറൻസസ്. അന്യോന്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞ് തീർക്കണം. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഫിലിപ്പീൻസ് 4:4. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. പലർക്കും ഈ വാക്യം കാണാപ്പാടം അറിയാം, പലർക്കും ഈ കോറസ് പാടാൻ അറിയാം. പക്ഷെ പ്രശ്നം സന്തോഷിക്കാൻ കഴിയുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഈ വാക്യം എവിടെയാണെന്ന് ചോദിച്ചാൽ റെഫറൻസ് അപ്പോഴേ പറയും, ഫിലിപ്പീൻസ് 4:4. പക്ഷേ ആർ വി ഏബിൾ ടു ഡു ഇറ്റ്? അവിടെയാണ് പ്രശ്നം. നമുക്കത് സന്തോഷിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും നമ്മൾ ആരെ കണ്ടാൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഹൗ ആർ യു ഡൂയിങ്? നമ്മുടെ നാട്ടിൽ പിന്നെ ആ സംസ്കാരമൊന്നുമില്ല. വെളിയിലൊക്കെ ചെന്നാൽ ആരെ കണ്ടാലും ഹായ്, ഹൗ ആർ യു ഡൂയിങ്? അത് കഴിഞ്ഞ് പിരിയുമ്പോൾ അടുത്തത് ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഒരിക്കലും ഒരു പയ്യൻ ഒരു ടീഷർട്ട് എഴുതി വെച്ചു, ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചു പോയത് എൻ്റെ അടുത്ത്. എനിക്കത് കേൾക്കുമ്പം ചൊറിയും. കാര്യം ഐ എം നോട്ട് ഡൂയിങ് വെൽ. വേണമെങ്കിൽ അത് എഴുതി വെച്ചേക്കാം. ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കരുത്. എന്നാൽ നിങ്ങൾ പലരും ഇരിപ്പ് കണ്ടാലും എൻ്റെ അടുത്ത് ദയവ് ചെയ്ത് ചോദിച്ചേക്കരുത്, അല്ലേ? CNN ബ്രോഡ്കാസ്റ്റിൽ ലാറി കിങ് ലൈവ് എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അറിയാം? അദ്ദേഹം ഒരു പ്രസിദ്ധനായൊരു ഇൻ്റർവ്യൂവറാണ്. അയാൾ ആരെയും വിടത്തില്ല. അമേരിക്കൻ പ്രസിഡൻസിനെ ആയാലും വലിയ പൊളിറ്റീഷ്യൻസിനെ, വലിയ രാജാക്കന്മാരെ, എല്ലാവരെയും അയാൾ ഇൻ്റർവ്യൂ ചെയ്യും. അയാൾ ഡോക്ടർ ബില്ലി ഗ്രഹാമിനെ ഇൻ്റർവ്യൂ ചെയ്തു ഒരിക്കൽ. അന്ന് ബില്ലി ഗ്രഹാമിന് 80 വയസ്സ് കഴിഞ്ഞു. ചെറിയ പാർക്കിൻസൺ വിറയലുണ്ട്, സർജറീസ് പലത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഡോക്ടർ ബില്ലി ഗ്രഹാം എങ്ങനെയുണ്ട്, ഹൗ ആർ യു ഡൂയിങ്? അപ്പോൾ ഇദ്ദേഹം എങ്ങും പിടി കൊടുക്കുന്നില്ല. അവസാനം ഇത്രയും വയസ്സൊക്കെ ആയി, രോഗിയായി, ക്ഷീണിതനായി, ഇനിയിപ്പം അടുത്തത് മരണത്തെ പറ്റിയായി വിഷയം. ഉടനെ ബില്ലി ഗ്രഹാം പറഞ്ഞത്, ഐ എം നോട്ട് അഫ്രെയ്ഡ് ടു ഡൈ, ഇൻഫാക്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. ഇൻഫാക്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഞാൻ എൻ്റെ മരണ ദിവസത്തെ കാത്തിരിക്കുക. ഇയാളെന്താ പൊട്ടു, ഇടാ ഇതെന്തൊരു മനുഷ്യൻ. സാറിന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടും, ഒന്ന് ആടും. പക്ഷേ ഇദ്ദേഹം ആടുന്നില്ല. ഇദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ്. അദ്ദേഹം പറയുക, ഐ വിഷ് ദാറ്റ് ഡേ വുഡ് ഹറി അപ്പ് ആൻഡ് ഗെറ്റ് ഹിയർ. ആ ദിവസം പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം എന്നിട്ട് പുള്ളി പറയുക, when I die, an angel is going to take me by my hand and lead me to the presence of the Lord Jesus Christ. ഞാൻ മരിക്കുമ്പം ദൂതൻ എൻ്റെ കൈ പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എന്നെ കൊണ്ടു ചെല്ലും. കണ്ടോ, നമ്മൾ നേരത്തെ പാടിയത് തന്നെയാണ്. അതാണൊരു ഭക്തൻ്റെ പ്രത്യാശ. ഇനി അതിലും വീഴുന്നില്ല. അപ്പം ചോദിച്ചു, ഈ കൈ വിറയ്ക്കുന്നല്ലോ, ഈ പാർക്കിൻസൺ, ഇതിനെപ്പറ്റി എന്ത് പറയുന്നു? ഉടനെ അദ്ദേഹത്തിൻ്റെ ഉത്തരം, ഐ ഫീൽ ഗ്രേറ്റ് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ബീൻ എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട്? ഇപ്പം എന്താണ്ട്, ഐ എം ഹാവിങ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഇറ്റ്സ് നോട്ട് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എൻ്റെ ശത്രുക്കൾക്ക് പോലും ഇത് വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഐ ബിലീവ് ദ ലോർഡ് ഹാസ് മെനി ലെസൺസ് ടു ടീച്ച് മീ ത്രൂ ദിസ് ഡിസീസ്. ഈ രോഗത്തിലൂടെയും ദൈവം എന്നെ ചില മനോഹരമായ പാഠങ്ങൾ പഠിപ്പിക്കുന്നു എന്നാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞത്. നിങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന ഡയബറ്റീസ്, നിങ്ങളുടെ കുറയാത്ത പ്രഷർ, നിങ്ങളുടെ കൂടി നിൽക്കുന്ന കൊളസ്ട്രോള്, ഇതെല്ലാറ്റിലൂടെയും ദൈവം ചില വിലയേറിയ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാതെ നമ്മൾ പഠിക്കത്തില്ല. അതുകൊണ്ടാണ് മര്യാദയ്ക്ക് പഠിച്ചിരുന്ന ഈ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ചില സമയത്ത് ദൈവം ചില അവസ്ഥകളിലൂടെ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുക. അത് നമ്മളെ ദൈവം നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ശിക്ഷിക്കുകയല്ല. ഈസ് നോട്ട് അഗെൻസ്റ്റ് us, ഈസ് നോട്ട് പണിഷിങ് us. അപ്പം ഞാനൊരു അസൈൻമെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലർക്കും കൊടുത്തു. ഇന്ന് വീട്ടിൽ പോയിട്ടൊരു വെള്ള പേപ്പർ എടുത്ത്, ഒരു പേനയെടുത്ത് ഒരു 10 പോയിൻറ്റ്സ് എഴുതണം. എന്താണെന്നറിയാമോ? അടുത്ത ആഴ്ച പ്രസംഗിക്കാനുള്ള പോയിൻറ്റ്സ് അല്ല. നിങ്ങൾക്ക് ദൈവത്തിന്
സ്തോത്രം ചെയ്യാവുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാവുന്ന ഒരു 10 കാര്യങ്ങൾ എഴുതിക്കുക വീട്ടിൽ പോയിട്ട്. ഇത് എന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയുന്ന 10 കാര്യങ്ങൾ. ഒരു ദൈവമനുഷ്യൻ്റെ കയ്യിൽ പേപ്പർ കൊടുത്തിട്ട് എഴുതാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയ ആദ്യത്തെ ഒരു ക്ലൂ ആണ് തരുന്നത് കേട്ടോ. ഒന്നാമത്തെ സന്തോഷിക്കാനുള്ള കാരണം, മൈ സിൻസ് ആർ ഫോർഗിവൺ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് നമുക്ക് സന്തോഷിക്കാനുള്ള ഒന്നാമത്തെ കാരണം. ഓണം ബമ്പർ ലോട്ടറി 25 കോടി അടിച്ചാലൊന്നും സന്തോഷിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് നമുക്ക് സന്തോഷിക്കാനുള്ള ഒന്നാമത്തെ വക. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, ആർ യു ഷുവർ ദാറ്റ് യുവർ സിൻസ് ആർ ഓൾ ഫോർഗിവൺ? നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. എത്ര സന്തോഷിക്കണം എന്ന് പറഞ്ഞാലും പറ്റത്തില്ല. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യാവസ്ഥയുള്ളവർക്കേ സന്തോഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവർ പാപക്ഷമ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ആ പാപക്ഷമ പ്രാപിക്കണം. അതിനാണ് നമ്മൾ കേട്ടതുപോലെ മാനസാന്തരപ്പെട്ട് മടങ്ങി ദൈവസന്നിധിയിൽ വരണം. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഇത്രയും സംഭവിക്കുമ്പോഴാണ് പാപക്ഷമ കിട്ടുന്നത്. അപ്പോഴാണ് മൈ സിൻസ് ആർ വാഷ്ഡ് അവേ അല്ലേ. എത്ര കടിച്ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ അത് വെളുത്ത് കിട്ടും. അതാണ് പാപക്ഷമ. രണ്ടാമത് അദ്ദേഹം എഴുതിയ കാരണം, ഐ ഹാവ് എ സേവിയർ, എനിക്കൊരു രക്ഷകനുണ്ട്. ഞാൻ നഷ്ടപ്പെട്ടവനല്ല, അനാഥനല്ല, എനിക്കൊരു രക്ഷകനുണ്ട്. അടുത്തത്, ഐ ഹാവ് ക്രിസ്ത്യൻ ഫ്രണ്ട്സ്, എനിക്ക് സ്നേഹിതരുണ്ട്. എന്ത് സ്നേഹിതര്? ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഇന്നത്തെ മനുഷ്യർക്കെല്ലാം, നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? എനിക്ക് ഫേസ്ബുക്കിൽ FBയിൽ 1634. ഇന്ന് എല്ലാവർക്കും ഫേസ്ബുക്ക് ഫ്രണ്ട്സേ ഉള്ളൂ, അല്ലാത്ത ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ പോയി തുറന്ന് സംസാരിക്കാവുന്ന, അതായത് നിങ്ങളെ കുറ്റപ്പെടുത്താതെ, നിങ്ങളെ താഴ്ത്തി കാണാതെ, നിങ്ങളെ താങ്ങുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഈ പറഞ്ഞ പോലെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് നടത്തുമെന്ന് ഉറപ്പുള്ള, നിങ്ങളൊരു പക്ഷേ ഒരു കൊടും പാപം ചെയ്താലും ചെന്ന് തുറന്നു പറഞ്ഞ് ഏറ്റുപറയാൻ, ദൈവസന്നിധി പറയുന്ന പോലെ അല്ല, ഒരു ഏറ്റുപറഞ്ഞ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പറ്റിയ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട് നിങ്ങൾക്കുണ്ടോ? ഇന്ന് പലരുടെ അവസ്ഥ, അയ്യോ ചർച്ചിലായിരുന്നു പറയല്ലേ, അയ്യോ പിന്നെ പോയി. അടുത്തത് പാസ്റ്റർ, അയ്യോ അയ്യടുത്ത് ഒട്ടും പറയരുത്. ഇന്നത്തെ ഏറ്റവും വലിയൊരു അവസ്ഥയാണിത്. ഒത്തിരി പേര് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഇല്ല. അടുത്തത്, ഐ ഹാവ് എ ഗുഡ് ചർച്ച് ഫെലോഷിപ്പ്. എന്താണ്? എനിക്കൊരു നല്ല ആത്മീയ കൂട്ടായ്മയുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവ കുടുംബത്തിലെ അംഗങ്ങൾ എനിക്കുണ്ട്. അതും പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഐ ഹാവ് ദ ഹോളി സ്പിരിറ്റ് ടു ലീഡ് മീ, എന്നെ നടത്താൻ പരിശുദ്ധാത്മാവുണ്ട്. അത് സന്തോഷത്തിന് വകയാണോ? അടുത്തത്, ഐ ഹാവ് ദ വേർഡ് ഓഫ് ഗോഡ് ടു ഗൈഡ് മീ, എന്നെ നയിക്കുവാൻ ദൈവവചനം തന്നിട്ടുണ്ട്. അടുത്തത്, ഐ ഹാവ് എ ലവിങ് ഫാമിലി. അതെത്ര പേർക്കുണ്ട്? ഉള്ളവർ മാത്രം പറഞ്ഞാൽ മതി. എത്ര ഭർത്താക്കന്മാർ പറയും, സ്നേഹിക്കുന്ന ഒരു ഭാര്യ എനിക്കുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പുരുഷന്മാർ എന്നെ നോക്കിയിട്ട് സത്യം അങ്ങനെ പറയാൻ കഴിയുന്നത് എനിക്ക് എന്ത് നന്നായിരുന്നേനെ. തിരിച്ച്, എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ട്. അയ്യോ ആശിപ്പിക്കല്ലേ പാസ്റ്ററേ എന്നാണ് അവർ പറയുന്നത് അല്ലേ. സ്നേഹിക്കുന്ന മക്കളുണ്ട്. അടുത്തത്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പേരൻസ് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ കൂടപ്പുറപ്പുകൾ, വളരെ ലവിങ് സിബ്ലിങ്സ് ഉണ്ട് എന്ന് പറയുന്നവരുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ്. സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങൾ, അത് ഭാര്യാഭർത്തന്മാരായാലും മക്കളും മാതാപിതാക്കളായാലും സഹോദരങ്ങളായാലും എല്ലാം അങ്ങനെ ആയിരിക്കണം. റീസണബിളി ഗുഡ് ഹെൽത്ത്. നിങ്ങോട്ട് കയറിയാണല്ലോ വന്നതല്ലേ, സ്ട്രെച്ചറിൽ വന്ന വല്ലവരും ഉണ്ടോ? ഇല്ല. വീൽ ചെയറിലോ? ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം പടി കയറി വന്നു. അത്രയും ഉള്ള ആരോഗ്യം ദൈവം തന്നു, അതിന് സന്തോഷിക്കാൻ വകയുണ്ടോ? എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, ഇത്രയും ആരോഗ്യം തന്നല്ലോ. മെനി ആൻസേർഡ് പ്രേയേഴ്സ്, ഒത്തിരി പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിട്ടുണ്ട് ദൈവം, അതിലെനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിട്ടുണ്ടോ? ചിന്തിക്കണം, ആലോചിക്കണം. അയ്യോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കൊക്കെ ദൈവം എത്രയോ ഉത്തരം തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. വെൻ ഐ ഡൈ തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ ആൻഡ് നോട്ട് വേഴ്സ്. ഞാൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? തിങ്സ് വിൽ ഗെറ്റ്
ബെറ്റർ ആൻഡ് നോട്ട് വേഴ്സ്. അങ്ങനെ ആയിരിക്കുമോ? നമ്മൾ മരിച്ചു കഴിയുമ്പം കാര്യങ്ങളൊക്കെ നന്നാവും. എൻ്റെ ഒരു സുഹൃത്തൊരു പാസ്റ്ററുണ്ട്, നിങ്ങളെല്ലാം അദ്ദേഹത്തെ യൂട്യൂബിൽ കേൾക്കുമെന്ന് എനിക്കറിയാം, ഞാൻ പേര് പരസ്യമായിട്ട് പറയുന്നില്ല. അദ്ദേഹം ഒരിക്കലൊരു കൂട്ടുകാരൻ്റെ ഭാര്യ മരിച്ചപ്പോൾ ആ വീട്ടിൽ പോയി. ചെന്നപ്പം അവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കും. ഇദ്ദേഹം കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ പാടിയിരുന്നു. കുറേ കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് പോകണം, മറ്റൊരടക്കത്തിന് പോകണം. അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് വാതിക്കലോട്ട് വന്നു കൂട്ടുകാരനോട് പറഞ്ഞു, ആ കുട്ടി എന്ത് ചെയ്യാനാ, കർത്താവ് വിളിക്കുമ്പോൾ പോയല്ലേ പറ്റൂ, കർത്താവ് ആശ്വസിപ്പിക്കും, കർത്താവ് കൂടെയുണ്ട്, ധൈര്യപ്പെടണം, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. അതുകൊണ്ട് അദ്ദേഹം പാസ്റ്ററുടെ കയ്യിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ അവളും അങ്ങ് സ്വസ്ഥമായി, ഞാനും അങ്ങ് സ്വസ്ഥമായി. നിങ്ങളാരെങ്കിലും മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ഇങ്ങനെ പറയാടയാവരുത്. പോയ ആളും അങ്ങ് സ്വസ്ഥമായി, ജീവിച്ചിരിക്കുന്ന ഞാനും അങ്ങ് സ്വസ്ഥമായി. അങ്ങനെ പറയേണ്ടി വരരുത്. അതിൻ്റെ അർത്ഥം വെൻ ഐ ഡൈ തിങ്സ് ഗെറ്റ് ബെറ്റർ. പക്ഷെ ഞാനീ പറഞ്ഞത് പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ അയാൾ പറഞ്ഞത് പോസിറ്റീവ് അല്ല. അയാളെന്ത് പറഞ്ഞത് അല്ലേ? അപ്പോൾ അത്രയ്ക്ക് ഒന്ന് പോയി കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നില്ല. അങ്ങനല്ല. വെൻ ഐ ഡൈ ഐ എം ഷുവർ വേർ ഐ വിൽ ഗോ. എൻ്റെ വീട്ടുകാർക്കും നല്ല ബോധ്യത്തോടെ ഞാൻ എങ്ങോട്ട് പോകുന്നു, അവർക്ക് വീണ്ടും വന്ന് എന്നെ കാണാം എന്നുള്ളതാണ്. ദാറ്റ് വിൽ മേക്ക് തിങ്സ് ബെറ്റർ ആൻഡ് നോട്ട് വേഴ്സ്. ശരി, ഫിലിപ്പിയ ലേഖനം. അപ്പം സന്തോഷിക്കണം. ഇനി സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ചുറ്റും എല്ലാം നന്നായിരിക്കുമ്പോൾ സന്തോഷിക്കണമെന്നല്ല, എനിക്ക് ചുറ്റും സകലതും എനിക്ക് എതിരായിരിക്കുമ്പോഴും സന്തോഷിക്കാൻ കഴിയും. പൗലോസ് ഇത് എഴുതുന്ന എവിടെ ഇരുന്നോണ്ടാ? ഒരു തടവറയിൽ ഇരുന്നോണ്ടാ. അങ്ങനെ ഇരിക്കുമ്പോൾ കൂടെ ഒരു എന്തോ ഒരു ഇരുമ്പ് രാകുന്ന ഒരു സൗണ്ട് കേൾക്കും. എന്താണ് ഈ രാകുന്നത്? അന്ന് കറിക്കത്തി മൂർച്ച കൂട്ടുകയല്ല, വാളിന് മൂർച്ച കൂട്ടുക. എന്താ? അന്ന് ആരുടെയോ തല വെട്ടുന്നുണ്ട്. അത് തൻ്റെ ആണോ എന്ന് അറിയത്തില്ല. അങ്ങനെ ടെൻഷനിലായിരിക്കുന്നത്. അപ്പം രാവിലെ ഇത് രാവും, ദൈവമേ എൻ്റെ ആണോ എന്തോ, ഇങ്ങനൊരു ടെൻഷനാണെങ്കിൽ ആലോചിച്ച് നോക്കി. അവിടെ ഇരുന്നുകൊണ്ടാണ് എഴുതുന്നത്, സന്തോഷിപ്പീൻ. വീണ്ടും ഞാൻ പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ. അങ്ങനെ എഴുതാൻ കഴിയണമെങ്കിൽ അങ്ങനെ സന്തോഷിക്കുന്ന ഒരാളായിരുന്നു. ശരി, അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരാം. 4-5. നിങ്ങളുടെ സൗമ്യത. സൗമ്യ എന്ന് പേരിട്ടാ പോരാ. എന്താണ് സൗമ്യത? സകല മനുഷ്യരും അറിയട്ടെ. ഇത് വളരെ പ്രധാനമാണ്. ലെറ്റ് യുവർ ജെന്റിൽനെസ് ബി എവിഡന്റ് ടു ഓൾ. നമ്മളെല്ലാം വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര സൗമ്യനാണ്. എന്നെ കണ്ടാൽ തോന്നുകയല്ല, എല്ലാവരും അറിയണം ഞാനൊരു സൗമ്യനാണ്. ഒരാൾ പോലും ഞാൻ സൗമ്യനാണെന്നുള്ളത് അറിയാതിരിക്കരുത്. എന്നിട്ട് എൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നത്, ദ ലോർഡ് ഈസ്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതാണ് വിഷയം അല്ലേ? ഇത് സൗമ്യത ആക്ട് ചെയ്യാനല്ല. I have to become a gentle person and my gentleness should be evident to all. Why? Because the Lord is near. ഇനി സമയമില്ല, കർത്താവ് വരാൻ സമയമായി. എനിക്കിനി അടുത്ത വർഷം വേണം ഒന്ന് സൗമ്യനാവാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സൗമ്യനായിട്ടേ നമ്മൾ ജീവിക്കാവൂ. കാര്യം കർത്താവ് വരുന്നു. കർത്താവ് വരുമ്പോൾ ഒരു നിമിഷം നിൽക്കണം, ഞാൻ ഒന്ന് പോയി സൗമ്യനായിട്ട് ഇപ്പം വരാം എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ നേരമില്ല. അതുകൊണ്ട് നമ്മൾ സൗമ്യരായിട്ട് ജീവിക്കണം. ആ ജെന്റിൽനെസ് എന്നുള്ളതിന് ഞാനൊരു പല അർത്ഥങ്ങൾ നോക്കിയപ്പോൾ ഒരു നല്ല അർത്ഥം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നർ കാംനെസ്. അതാണ് സൗമ്യതയ്ക്ക് നല്ല ഒരു ഡെഫിനിഷൻ. ഇന്നർ കാംനെസ്. എൻ്റെ അകത്ത് നല്ലൊരു സ്വസ്ഥത. നിങ്ങളുടെ അകത്ത് നല്ല സ്വസ്ഥതയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഈയിടെയായിട്ട് അങ്ങ് ഭയങ്കര ഒരു സ്വസ്ഥത. അതെങ്ങനെ പറയണം? എന്താ നല്ലൊരു കാംനെസ്. ഈ കാംനെസ് അതെങ്ങനെയെന്നുള്ളതിന് ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഇന്നർ കാംനെസ് പ്രത്യേകിച്ച് വെളിപ്പെടുന്ന എപ്പോഴാണെന്നറിയാം? വെൻ യു ആർ ഡീലിംഗ് വിത്ത് സമ്മൺ ഹൂ ഇസ് ഡ്രൈവിങ് യു നട്ട്സ്. ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി. അതായത് എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ എൻ്റെ സൗമ്യത നഷ്ടപ്പെടും. അടുത്തത്, വെൻ യു ഫീൽ യുവർ സെൽഫ് അബൌട്ട് ടു ബ്ലോ യുവർ ടോപ്പ്. ഇപ്പം അടപ്പ് തെറിക്കും. എൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, ഞാൻ പൊട്ടിത്തെറിക്കും. ഇനിയും ഒന്നുകൂടെ പറഞ്ഞാണ്ടല്ലോ, എൻ്റെ സ്വഭാവം നീ കാണും. BP ചെക്ക് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? കയ്യെ ചുറ്റിയിട്ട്
അപ്പം നിങ്ങൾ കാണുന്നില്ല, ഡോക്ടർ കാണുന്നുണ്ട്. ആ എക്യുപ്മെൻറ്റിൽ, അപ്പാരറ്റസിൽ ഒരു മെർക്കുറി ഇങ്ങനെ പൊങ്ങി 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 പോവും. ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ മെർക്കുറി മറ്റുള്ളവർ ഇങ്ങനെ പൊക്കി 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 പൊക്കി, അപ്പോഴാണ് ഇന്നർ കാംനെസ്. ചിലപ്പോൾ ഇങ്ങനെ പമ്പ് ചെയ്യുന്ന നിങ്ങളുടെ ഭാര്യയായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവായിരിക്കും, നിങ്ങളുടെ മക്കളായിരിക്കും ഇങ്ങനെ. അപ്പോഴീ മെർക്കുറി ഇങ്ങനെ പൊങ്ങുമ്പോൾ ഇന്ന് സംഭാഷണം പറഞ്ഞ വാക്യം ഓർത്തോണം: നിങ്ങളുടെ സൗമ്യത സ്തോത്രം സ്തോത്രം സർവരും അറിയട്ടെ. എന്താ കാര്യം? കർത്താവ് വരാൻ സമയമായി, അത്രയേ ഉള്ളൂ. വേറെ കാരണമൊന്നുമില്ല, വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ദ ലോർഡ് ഈസ് നിയർ. കർത്താവ് വരാൻ സമയമായതുകൊണ്ട് ഞാൻ സൗമ്യനായിട്ടിരുന്നേ പറ്റൂ. ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ നിർത്താം. Would the people who would know you best consider you a gentle person? നിങ്ങളെ നന്നായി അറിയുന്ന ആരെങ്കിലും നിങ്ങളെ ഒരു സൗമ്യനായ വ്യക്തി എന്ന് പറയുമോ? അടുത്ത ചോദ്യം, ആരാണ് നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നത്? ചർച്ചിലെല്ലാവരും ഡീസൻ്റാ. നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്ന ആൾക്കാരാരാ? പറഞ്ഞേ. വീട്ടിൽ അറിയാമല്ലോ, അദ്ദേഹം ഒരു സൗമ്യനാണെന്ന് പറയുമോ? പുള്ളിക്കാരത്തി ഒരു സൗമ്യയാണെന്ന് പറയുമോ? പേര് സൗമ്യ എന്നൊക്കെ കാണുമായിരിക്കും. നമ്മളെ നന്നായി അറിയുന്നവർ പറഞ്ഞു, യെസ്, എൻ്റെ ഭർത്താവ് ഒരു സൗമ്യനാണ്, എൻ്റെ ഭാര്യ ഒരു സൗമ്യയാണ്, എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ പേരൻസ്. നിങ്ങളുടെ മക്കൾ നിങ്ങളെപ്പറ്റി എന്തായിരിക്കും പറയുന്നത്? വിട്ടേക്ക്, മക്കൾ എന്തു പറയും നിങ്ങളെപ്പറ്റി? അയ്യോ, ഞങ്ങളുടെ മമ്മിയെ ഭാഷയ്ക്ക് അറിഞ്ഞൂടാ, പപ്പ പാവം സഹിക്കണ്, വേറെ വഴിയില്ല, ഞങ്ങളല്ലേ കാണുന്നത് വീട്ടിൽ. കണ്ടോ, ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണം കേട്ടാ. ഇങ്ങനെയൊക്കെ പ്രവചനമില്ലെന്ന് ആര് പറഞ്ഞു? ഈ പറയുന്നതാണ് പ്രവചനം. ഒരു സൗമ്യൻ എന്നൊരാളെ കണ്ട എങ്ങനെ പറയും? ആ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ അങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ ഈ സൗമ്യത എന്നുള്ള വാക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ would that word ever even pop up into their minds when they think about you? നമ്മളെപ്പറ്റി പറയുമ്പം സൗമ്യത എന്നുള്ളതിൻ്റെ യെസ് എങ്കിലും തോന്നുമോ? സൗമ്യത വിട്ടേക്ക്, അയാളാ ഇവളാ സൗമ്യൻ. അതായത് they can't even connect. ആ സൗമ്യത, ജെന്റിൽ എന്നുള്ള ആ വാക്കും ആ സ്വഭാവവും നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പോലും മറ്റുള്ളവർക്ക് പറ്റത്തില്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് ലെറ്റ് യുവർ ജെന്റിൽനെസ് ബി എവിഡന്റ് ടു ഓൾ. ഒരു ചരിത്രം പറയാം. എനിക്കൊരു അങ്കിളുണ്ടായിരുന്നു, എൻ്റെ ഒരു പാപ്പൻ, ഫാദറിൻ്റെ നേരെ ഇളയ ബ്രദർ. അദ്ദേഹം ഒരു വിശുദ്ധനായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു. അദ്ദേഹം ചെറുപ്പമായിരുന്നപ്പം ദൈവവേലയ്ക്ക് ഇറങ്ങി അദ്ദേഹത്തെ ആന്ധ്രാപ്രദേശിലേക്കാണ് അദ്ദേഹത്തെ അയച്ചത്, സുവിശേഷ വേലയ്ക്കായിട്ട്. ഒരു വലിയ ചർച്ചാണ്, അന്നത്തെ കാലത്ത് ഒരു ഒത്തിരി ബ്രാഞ്ചസ് ഉള്ള ചർച്ചാണ്, ഇന്നും അത് വലിയ ചർച്ച തന്നെയാണ്. ആ ചർച്ചിൽ പാസ്റ്ററായിട്ട് അദ്ദേഹം വിജയവാഡ ഫെയ്ത്തോമിൽ പോയി ചാർജ് എടുത്തു. ഒരു ക്രിസ്മസ് വീക്കിലാണ് പോയി ചാർജ് എടുത്തത്, അതായത് വർഷാവസാനം. 31-ാം തീയതി എന്തുണ്ട്? ആണ്ടർ യോഗമുണ്ട്. എന്താണ്? വാച്ച് നൈറ്റ് സർവീസ്. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ഒക്കെ പരിഷ്കരിച്ച് ക്രോസ് ഓവർ സർവീസ്. അപ്പോൾ ഇദ്ദേഹം ചെറുപ്പമല്ലേ, മലയാളിയാണ്, വാച്ച് നൈറ്റ് സർവീസിൻ്റെ വലിയ ആവേശത്തിലാണ്. അപ്പോൾ പുള്ളി ഇവിടെ എങ്ങനെയാണ്, കേരളത്തിലെ എങ്ങനെയാണെന്ന് അറിയാം, പക്ഷേ ആന്ധ്രയിൽ എങ്ങനെയാണ്? അദ്ദേഹം സഹോദരന്മാരോട് ചോദിച്ചു, എങ്ങനെയാണ് ഇവിടെ, എത്ര മണിക്ക് തുടങ്ങും? 8 മണിക്ക് തുടങ്ങുമല്ലേ? എന്നിട്ട് ആദ്യം കുറേ നേരം പാട്ടൊക്കെ പാടി നമ്മൾ ആരാധിച്ചിട്ട് പിന്നെ ഒരു കലാപരിപാടിയുണ്ട്, സാക്ഷ്യം പറയുക. എന്താണ് സാക്ഷ്യം? കർത്താവ് എനിക്ക് കഴിഞ്ഞ വർഷക്കാലം നല്ലോനും മല്ലോനുമായിരുന്നു, വരാമെന്ന് ആപത്തിനകത്ത് നിന്ന് വിടുവിച്ചു. കർത്താവിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റിയില്ല, ഇനി എന്തെങ്കിലുമൊക്കെ പുതിയ വർഷം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ അതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷം നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. എന്നിട്ട് എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യവും വായിച്ചുകൊണ്ട് ഇരുന്നോളാം. അപ്പം ആദ്യം എഴുന്നേക്കുന്ന ഒരു പാട്ടും പാടിക്കൊണ്ട് എഴുന്നേക്കുന്നു. പിന്നെ പാട്ട് വേണ്ട പറഞ്ഞാൽ മതി, പിന്നെ കുറേ വാക്യവും വായിക്കണ്ട പറഞ്ഞാൽ മതി. അവസാനം എന്താവും നമുക്കറിയാമല്ലോ, 12 മണിയാകുമ്പോൾ എല്ലാവരും കൂടെ എഴുന്നേറ്റ് വന്ന് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. അപ്പം ആ സഭയിലെ രീതി അനുസരിച്ച് തിരുവത്താഴമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, എല്ലാവരും അന്യോന്യം കാല് കഴുകും, പാദ ശുശ്രൂഷ അല്ലേ, ഫീറ്റ് വാഷിങ്, കാല് കഴുകും. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, കാല് കഴുകുന്നില്ലേ? അപ്പോൾ ആരോ പറഞ്ഞു, പക്ഷേ കാല് കഴുകില്ല ഇവിടെ. അയ്യോ, ഇവിടെ കാല് കഴുകത്തില്ലേ? ഇല്ല. അതെന്ത്? ഇദ്ദേഹം ചോദിച്ചു, എല്ലായിടത്തും ഉണ്ടല്ലോ, എന്ത് കാല് കഴുകാത്തെ?
ഇയാൾ മാറി മാറി ഓരോ എന്താ കാല് കഴുകാത്ത, ആരും വിട്ടു പറയുന്നില്ല. അവസാനം ഒരാൾ പറഞ്ഞു, സത്യം പറയാം, കഴിഞ്ഞ വർഷം കൊണ്ടുണ്ടായിരുന്ന പാസ്റ്റർ ആ പരിപാടി നിർത്തി. എന്താണ്? നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കാലിൽ കുഷ്ഠമുണ്ട്, ലെപ്രസി. അദ്ദേഹത്തിൻ്റെ കാൽ ആര് കഴുകും? അദ്ദേഹം സോക്സ് ഇട്ടാണ് വരുന്നത്. ഈ സോക്സ് ഊരി കാൽ ആര് കഴിവും എന്നുള്ളത് പ്രശ്നം. അത് കാരണം പാസ്റ്റർ ബുദ്ധിപൂർവ്വം ഈ പരിപാടി അങ്ങ് നിർത്തി കഴിഞ്ഞ വർഷം. അടിപ്രാവശ്യവും ഇല്ല, ആളുണ്ട്, അതുകൊണ്ടാണ്. അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. ശരി, 31-ാം തീയതി വൈകുന്നേരമായി 8 മണിക്ക് പ്രാർത്ഥന തുടങ്ങി ഇങ്ങനെ സാക്ഷ്യം പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പാസ്റ്റർ പുറോട്ടും പോയി തൻ്റെ റൂമിൽ ഒരു കട്ടൻ്റെ അപ്പുറത്ത് ഒരുക്കി വെച്ചിരുന്നു ഒരു ബേസിനിൽ വെള്ളവും ഒരു ടവലും സോപ്പും എല്ലാം എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് പെട്ടെന്ന് ഇദ്ദേഹം അനൗൺസ് ചെയ്തു, അടുത്തതായി കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നതുപോലെ നമ്മൾ അന്യോന്യം കാലുകളെ കഴുകാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും ഞെട്ടി, ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ പതുക്കെ സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്താ നോക്കുന്നത്? അയാൾ ഇവിടെ ഇരിക്കുന്നെന്ന്. അതൊരു തെലുങ്കനായ ഒരു സഹോദരനാണ്. അദ്ദേഹം മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. വെള്ള പാൻറ്റും വെള്ള ഷർട്ടും വെള്ള സോക്സും ഒക്കെ ഇട്ട് സൈക്കിളിലാണ് വരുന്നത്. അദ്ദേഹം എവിടെ ഇരിക്കുന്നു എന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ നോണ്ട് അവിടെ പിന്നെ അടുത്ത് നോക്കുന്ന അദ്ദേഹത്തിന് അടുത്തിരിക്കുന്ന ആരാന്ന് പെട്ടു. പാസ്റ്റർ ഈ ബേസിനിൽ വെള്ളവും ടവലുമായിട്ട് നേരെ ആ സഹോദരൻ്റെ മുന്നിൽ ചെന്ന്, അദ്ദേഹം പായലിരിക്കുക, ചെന്ന് ഫ്രണ്ടിലെങ്കിൽ ഇരുന്നു, കാലിങ്ങോട്ടെടുത്തു, സോക്സ് 2 ഊരി നല്ലവണ്ണം ഈ വെള്ളം വെച്ച് കഴുകി, കാർബോളിക് സോപ്പ് വെച്ചന്ന് നല്ലവണ്ണം കഴുകി ആ ടവൽ വെച്ച് അങ്ങ് തുടച്ചു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷമായി. പാസ്റ്റർ ആ കാര്യം അങ്ങ് ചെയ്തല്ലോ. ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു കഴിവല്ലേ. കാര്യം ഡിഫിക്കൽട്ട് കാര്യം പാസ്റ്റർ ചെയ്തല്ലോ. എല്ലാവരും കൂടെ അന്യോന്യം കാല് കഴുകി എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ മേശയും അനുഷ്ഠിച്ച് കെട്ടിപ്പിടിച്ച് വിശുദ്ധ ചുംബനവും കൊടുത്ത് എല്ലാവരും വീട്ടിൽ പോയി. അപ്പോഴത്തേക്ക് ഏകദേശം നേരം വെളുക്കും. നല്ല ഡിലേഡാണ്. അടുത്ത ദിവസം രാവിലെ ഈ പാസ്റ്റർ വരാന്തയിൽ ഇരുന്ന് കസേരയിൽ ഒരു TC ചെയറിലിരുന്ന് ഇങ്ങനെ വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഗേറ്റ് തുറന്നൊരു മനുഷ്യൻ, പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ് പാസ്റ്റർക്കാരൂ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരാൾ. നോക്കിയപ്പോൾ ഇദ്ദേഹമാണ് സൈക്കിളും ചവിട്ടി സ്പീഡിൽ വരും. അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം രാവിലെ വരുന്നത്. ഇദ്ദേഹം ഇറങ്ങിയിട്ട്, പാസ്റ്റർ ദൈവം അത്ഭുതം ചെയ്തു. എന്താണ്? കാല് കാണിച്ചു. കൊച്ചു കുഞ്ഞിൻ്റെ കാല് പോലെ സുഖപ്പെട്ടു. എന്താണ് വിഷയം? ആ ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ 2 കാലുകളും കഴിയപ്പം കർത്താവ് ആ മകനെ അങ്ങ് സൗഖ്യമാക്കി. പിന്നെ അവിടെ കുഷ്ഠത്തിൻ്റെ പ്രശ്നമില്ല, പിന്നെ ഈ ഒരു കൺഫ്യൂഷനില്ല. ഇന്ന് നമ്മൾ ഇതുപോലെ അന്യോന്യം ഒന്ന് കാല് കഴുകാൻ തയ്യാറാണോ? നമ്മുടെ ഒത്തിരി പേരുടെ ശരീരത്തിന് സൗഖ്യം വരും പ്രിയപ്പെട്ടവരെ. അയാളുടെ കാലിലായിരുന്നു കുഷ്ഠം. ഇന്ന് നമുക്ക് പലപ്പോഴും ഹൃദയത്തിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. ആ ദൈവദാസനെ പറ്റി ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. സൗമ്യനായ ആ പാപ്പനെ പറ്റി എല്ലാവരും പറഞ്ഞു, അയാളെപ്പോലൊരു സൗമ്യനായൊരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ പലയിടത്തും പോകുമ്പം പലരെയും കണ്ടുമുട്ടും. പഴയ ബോംബെയിലുണ്ടായിരുന്നൊരു, ആന്ധ്രയിലുണ്ടായിരുന്നവരൊക്കെ പറയും, അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടുള്ള ഇതുപോലൊരു സൗമ്യനായൊരു മനുഷ്യനില്ല എന്ന് പറയുമായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയാം, അദ്ദേഹവും പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്, ഒരു പാട്ട് ഇന്ന് ലോകമ്പാടും മലയാളികൾ പാടുന്നൊരു പാട്ട് തന്നെയാണ്. തേടി വന്നോ ദോഷിയാം എന്നെയും നാഥ എന്നുള്ള മനോഹരമായ പാട്ട് എഴുതിയത് എൻ്റെ ആ അങ്കിളാണ്. ചോദ്യം ഒന്നുകൂടെ എറിഞ്ഞു തന്നിട്ട് ഞാൻ പോവാം. വിൽ പീപ്പിൾ തിങ്ക് അബൌട്ട് യു? Would they never ever will think of the word gentleness when they relate to you? നമ്മളുമായിട്ട് ആരെങ്കിലും ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പം അദ്ദേഹം ഒരു സൗമ്യനായ മനുഷ്യനാണ്, അവളൊരു സൗമ്യമായ ഒരു സ്ത്രീയാണ് എന്ന് നമ്മളെപ്പറ്റി മറ്റുള്ളൊരു സാക്ഷ്യം പറയുക പ്രിയപ്പെട്ടവരെ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ആ വാക്യം നമ്മളെ ഒന്ന് തൊടട്ടെ. കർത്താവ് വരുവാൻ സമയമായി. മറ്റൊരു കാരണമല്ല. There's only one reason to become gentle. എന്താണ്? Because our pastor preached. No, the Lord is near. കർത്താവ് വരാൻ തയ്യാറായി, സമയമായി. അതുകൊണ്ട് കർത്താവ് വരാൻ സമയമായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഞാൻ വരുത്തിയേ പറ്റൂ പ്രിയപ്പെട്ടവരെ. സൗമ്യത നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. അകത്ത് ഞാൻ സൗമ്യനാണെങ്കിൽ അത് പുറത്ത് വരും, അത് എവിഡൻ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ബി എവിഡൻറ്റ് ടു ഓൾ. പൗലോസ് വേറെടുത്തും പറയുന്നുണ്ട്, തിമോഥെയോസിനോട് പറയുമ്പം അല്ലേ, ഇറ്റ് ഷുഡ് ബി എവിഡൻറ്റ് ടു ഓൾ. എന്താണെന്നറിയാമോ? നിന്നിലുള്ള പുരോഗതി, ലെറ്റ് യുവർ പ്രോഗ്രസ് ബി എവിഡൻറ്റ് ടു ഓൾ. നിങ്ങളിലുണ്ടാകുന്ന വളർച്ച, നിങ്ങളിലുണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് കാണത്തക്ക വണ്ണം വെളിയിൽ വരട്ടെ എന്നാണ് അവിടെ പറഞ്ഞത്.
എങ്കിൽ ഇന്ന് മുതൽ ഒരു തീരുമാനം എടുത്ത് നമുക്ക് പോകാമോ? ലോർഡ്, മേക്ക് മീ എ ജെന്റിൽ പേഴ്സൺ. ലെറ്റ് മീ ബി ജെന്റിൽ ഇൻ മൈ സ്പീച്ച്. ലെറ്റ് മീ ബി ജെന്റിൽ ഇൻ മൈ കോണ്ടാക്ട്. ലെറ്റ് മീ ബി ജെന്റിൽ ഇൻ എവറി ഏരിയ ഓഫ് മൈ ലൈഫ് ലോർഡ്. എന്നെ ഒന്ന് സൗമ്യനാക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഒരു നിമിഷം കണ്ണടച്ചാട്ടെ. എല്ലാവരും കണ്ണടച്ചാട്ടെ. ഇപ്പം നമ്മൾ കേട്ട ഈ കാര്യം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സൗമ്യത എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ കർത്താവേ സൗമ്യത, കർത്താവ് വരാൻ സമയമായിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞാനൊരു സൗമ്യനായിട്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ. ഐ വാണ്ട് ഓൾ ഓഫ് യു ടു പ്രേ. ദിസ് ദ ടൈം ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ് അലോൺ. നിങ്ങൾ ദൈവം തമ്മിൽ മാത്രമുള്ള സമയമാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കുറിച്ച് എന്താ സാക്ഷ്യം പറയുന്നത്? നിങ്ങളുടെ പങ്കാളി, ജീവിത പങ്കാളി നിങ്ങളെപ്പറ്റി സാക്ഷ്യം പറയുമോ? നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെപ്പറ്റി സാക്ഷ്യം പറയുമോ? നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ളവർ നിങ്ങളെപ്പറ്റി സാക്ഷ്യം പറയുമോ? സഭയിലുള്ളവർ ഒരു പക്ഷേ ഞായറാഴ്ച കാണുന്നതുകൊണ്ട് ഒരുപാട് നമ്മളെ കാണുന്നില്ല, പക്ഷേ നമ്മളുമായിട്ട് അടുത്ത് ഇടപഴകുന്നവർ നമ്മളെപ്പറ്റി അങ്ങനെ ഒരു സാക്ഷ്യം പറയുമോ? ഒന്ന് ശോധന ചെയ്താട്ടെ. ഐ വാണ്ട് ഓൾ ഓഫ് യു ടു ചെക്ക് യുവർ സെൽഫ്, എക്സാമിൻ യുവർ സെൽഫ്. ഒന്ന് ശോധന ചെയ്താട്ടെ. കർത്താവേ, ഞങ്ങളെ സൗമ്യരാക്കണമേ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.